ശീതള, നിങ്ങളിങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ അന്നൊരു തെറ്റ് ചെയ്തു പോയി. ആ തെറ്റ് നിങ്ങൾ മാപ്പം പറഞ്ഞതാണ്. പിന്നെന്തിനാ നിങ്ങൾ ടെൻഷൻ അടിക്കണത്? ആ സിനിമയിൽ തന്നെ നിങ്ങൾ അവളെ നായികയാക്കി, അവളിപ്പോൾ താരമായി, ആക്ടിവിസ്റ്റായി. അവർ നന്ദി അവൾ കാണിക്കാതിരിക്കുമോ? എൻ്റെ മൊയ്ത്, ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് സമാധാനം വേണ്ട. ഓരോ കഥകൾ കേൾക്കുമ്പോൾ പേടിയാവുകയാണ്. അല്ല, ഏതായാലും ഇപ്പം അവൾ ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. ഇതുവരെ പറഞ്ഞിട്ടില്ല. ആ, അതിൻ്റെ സമാധാനിക്കാം. അല്ല, ഈ അവളൊരു ആക്ടിവിസ്റ്റ് ആയതുകൊണ്ടാണ് എനിക്ക് സംശയം. അവൾ ചിലപ്പം വിളിച്ച് പറയും. ഇങ്ങനെ പറയോ? ഈ പറയുമ്പോൾ അല്ല, ഒന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ പറഞ്ഞുകൂടാന്നുമില്ല. എൻ്റെ സത്യം, അത് ചെറുപ്പത്തിൻ്റെ ഓരോ കുസൃതികൾ അന്ന് ചെയ്തു എന്നല്ലാതെ നമ്മളിപ്പോൾ കുട്ടികളും കുടുംബവും ഒക്കെ ആയിട്ട് ജീവിക്കല്ലേ. അല്ല, അതൊക്കെ ഇപ്പോൾ പറഞ്ഞിട്ട് എന്താ കാര്യം? ചെയ്യുന്ന സമയത്ത് ആലോചിക്കേണ്ടതൊക്കെ. ഒരു കാര്യം ചെയ്യുമ്പോൾ 2 പ്രാവശ്യം ആലോചിക്കണം. ചെയ്യണത് ശരിയാണോ, അതോ അതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ എന്നൊക്കെ. നിങ്ങളോട് 2 പേരോടും ഞാൻ അന്നേ പറയുമായിരുന്നല്ലോ, ഈ വക പരിപാടികൾക്കൊന്നും മെനക്കെടണ്ട. നമ്മൾ ജോലി ചെയ്യാൻ വേണ്ടി വന്ന ആളുകളാണ്. നമ്മൾ ആ ജോലി ചെയ്യുക, അതിൻ്റെ ശമ്പളം വാങ്ങിക്കുക, വീട്ടിൽ പോവുക, അത്രയും ചെയ്താൽ പോരെ. ഇതല്ലാതെ അവിടുന്ന് ഇവിടുന്ന് വരുന്ന കുട്ടികളെ തോണ്ടാനും മാന്താനും പിച്ചാനും പോകേണ്ട എന്ത് കാര്യമുണ്ട്? ഞാനും ഈ രംഗത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ തന്നെയല്ലേ. എനിക്ക് പരാതിയൊന്നുമില്ലല്ലോ. എൻ്റെ സത്യം, അന്ന് എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിയെന്നല്ലാതെ എന്നെ കുറിച്ച് വല്ല നാട്ടുകേസും പിന്നെ തങ്ങിയിട്ടുണ്ടോ? എടോ, ഒരെണ്ണം പോരെ, നാറാൻ 1 മതി. ഒരേ ഒരെണ്ണം മതി. നിങ്ങളിപ്പോൾ എരുതിയിൽ എണ്ണ ഒഴിക്കുക. ഇവിടെ മനുഷ്യനാകെ ടെൻഷൻ അടിച്ചിരിക്കുക. ഈ മീറ്റ് വന്നതിന് ശേഷം എനിക്ക് അഭിനയത്തിലാണ്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഓ, അല്ലെങ്കിൽ നീ അങ്ങ് മല മുറിക്കും. ഇല്ല സാർ, ഒന്ന് മനസ്സമാധാനമായിട്ട് കിടന്നുറങ്ങിയിട്ട് എത്ര ദിവസമായെന്നറിയും. ഈ മൊബൈൽ ഫോണൊന്നും കണ്ടുപിടിക്കണില്ലായിരുന്നു. നാശം. ഹലോ, ആ ആണോ? അത് ശരി. ആ, വിഷം കഴിച്ചോ? ആര്? ആ, അത് ശരി. കഷ്ടം കഷ്ടം. ശരി ശരി ശരി, ഓക്കെ ഓക്കെ. ആരെ പേര്? നമ്മുടെ സുമേഷ് ഏട്ടല്ലേ? റിപ്പോർട്ടറോ? ആ, പുള്ളി വിഷം കഴിച്ചു. മരിച്ചോ? മരിച്ചൊന്നുമില്ല. ഈ മരിക്കാൻ വേണ്ടിയിട്ട് മറ്റേ പാറ്റ ഗുളികയല്ലേ, പാറ്റ ഗുളിക എടുത്തിട്ട് അത്ര പുള്ളി വിഴുങ്ങിയത്. ഇപ്പൊ വയറിളക്കം പിടിച്ചിട്ട് ഹോസ്പിറ്റലിലാണ്. മൂപ്പരുടെ ഭാര്യയും കുട്ടികളും മൂപ്പര് ഉപേക്ഷിച്ചിട്ട് പോയി എന്നാ പറയുന്നത്. അവരൊക്കെ എവിടെ പോയിന്ന് ആർക്കറിയാം? എത്ര വർഷം മുമ്പ് നടന്ന കാര്യങ്ങളാണ്. ഇപ്പോഴാണ് ഓരോന്നോരോന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അല്ല, ശീതളിന്റെ ഭാര്യയും കുട്ടികളും ഇപ്പൊ എവിടെ ഉണ്ട്? അവരിപ്പോ വീട്ടിലുണ്ട്. ഓക്കെ, വീട്ടിലുണ്ട്. ആ, എനിക്കൊരു സമാധാനം കിട്ടണില്ല എൻ്റെ സത്യം. ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയുള്ളൂ. ശീതളിനൊരു കാര്യം ചെയ്യാം. നേരിട്ട് മണ്ടുവിനെ ചെന്ന് കാണുക. അവൾ എവിടെയുള്ളത് വെച്ചാൽ നേരിട്ട് പോയി കണ്ടിട്ട് സാഷ്ടാംഗം കാലിലങ്ങോട്ട് വിടുക. എന്നിട്ട് പറയുക, മണ്ടു, അറിവില്ലാത്ത ഒരു കാലത്ത് പറ്റിപ്പോയിട്ടുള്ള ഒരു അബദ്ധമാണ്. ദയവ് ചെയ്തത് പുറത്ത് പറയരുത്. ഭാര്യയും കുട്ടികളുള്ളതാണ്, നാറ്റിക്കരുത്. ഞാൻ മാപ്പ് പറയുന്നു. മാപ്പ് 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 അങ്ങോട്ട് പറയും. അവൾ പറയില്ല. ഇപ്പൊ നമ്മളിത് ഓർമ്മയില്ലാത്ത സമയത്ത് പോയി ഓർമ്മപ്പെടുത്തണ പോലെ ആവോ? ആ, അങ്ങനെയാവാനും സാധ്യത ഉണ്ട്. അങ്ങനെയാവാനും സാധ്യത. ഞാൻ ആലോചിക്കണപ്പോൾ അതല്ല, ശീതളന് ഒരു കാല് പിടിച്ചാൽ മതി. ഈ പോകണത് അല്ല, സോറി, സൂപ്പർ സ്റ്റാറിന് ആരുടെയൊക്കെ കാല് എവിടെയൊക്കെ പോയി പിടിക്കാന്ന് ഒരു പിടി ഉണ്ടാവില്ല. ഇനി ഒന്നും നോക്കണ്ട ശീതള, നേരെ പോയിട്ട് കാല് പിടിക്കുക. അതാ നല്ലത്. ആ, അവിടെ ഇരിപ്പുണ്ട്. എന്താണ്ടൊരു ചമ്മല് തോന്നണേ. എന്തിനാ ചമ്മണത്? അങ്ങാട് കണ്ണും പൂട്ടി പറഞ്ഞേക്കണം. ചെയ്തു പോയില്ലേ. ഇപ്പം ഇവിടെ നമ്മൾ മാത്രം അറിയുള്ളൂ. മണ്ടു ഇത് നാട്ടുകാരും വീട്ടുകാരും ഒക്കെ അറിഞ്ഞ് ജീവിതം കോഞ്ഞാട്ടാകണതിന് മുമ്പ് ചെന്നങ്ങോട്ട് പറഞ്ഞു. അതെ, ഇതിൽ വലിയ ആലോചിക്കാനൊന്നുമില്ല. അന്ന് കാല് വെച്ച് തോണ്ടിയില്ലേ, അവിടെ നമ്മുടെ കൈ വെച്ചിട്ട് സോറി എന്ന് അങ്ങോട്ട് പറഞ്ഞു. ശരി, എനിക്ക് മാപ്പ് തരണം. ആ ഒരു പ്രായത്തിന്റെ ഒരു
സാറായിരുന്നു. സോറി, ഞാൻ ഷൂട്ടായിരുന്നല്ലേ. മാഡത്തിന്റെ കുറച്ച് ഷോർട്സ് എടുക്കായിരുന്നു. സോറി, ഞാൻ മനസ്സിലായില്ല. സോറി. അല്ല അല്ല, ഞാൻ പിന്നെ ഒരിക്കലും. അല്ല വേണ്ട, സോറി. സോറി കേട്ടോ, സോറി. ഒന്നുമില്ല, സോറി ഒന്നും പറയണ്ട സാർ. അല്ല വേണ്ട, ഞാൻ ഞങ്ങളുടെ വലിയൊരു ആഗ്രഹമാണ് സാറിനെ മാഡത്തിനെ കൂടെ വെച്ചൊരു ചെറിയൊരു ഇന്റർവ്യൂ, ഒരു 10 മിനിറ്റ്. അതിനെ പറ്റിയൊരു മാനസികാവസ്ഥ അല്ല. ഞങ്ങളുടെ പ്രേക്ഷകർക്ക് കിട്ടുന്ന വലിയൊരു ഭാഗ്യമാണ് നിങ്ങളെ രണ്ടാളെയും കൂടെ ഒരുമിച്ചൊരു ഇന്റർവ്യൂ എന്ന് പറയുന്നത്. പിന്നെ മാത്രമല്ല, പറഞ്ഞു വരുമ്പോൾ മണ്ടോദരി മാഡത്തിന്റെ ഗുരുസ്ഥാനീയനാണ് സാറ്, ഇല്ലേ? കാരണം മണ്ടോദരി മാഡത്തിന്റെ ആദ്യ കാൽവെപ്പ് സാറിലൂടെ ആയിരുന്നു, അല്ലേ മാഡം? അന്നത്തെ ഒരു നമ്മുടെ പ്രായത്തിന്റെ അല്ല, സത്യമാണ്. സാർ ഓഡീഷൻ ചെയ്തിട്ടല്ലേ ഞാൻ സിനിമയിലേക്ക് വരുന്നേ. ഓഡീഷന്റെ കാര്യം പറഞ്ഞപ്പോഴാ എനിക്ക് വേറൊരു പ്രധാനപ്പെട്ട സംഭവം പറയാനുണ്ട്. ഞാൻ പറയട്ടെ? അല്ല, ഞാൻ പറയുന്നത് ഇത് ഞാൻ വേറെ ആരോടും പറഞ്ഞിട്ടില്ല. ഞാൻ ആരോടും പറയാത്ത കാര്യങ്ങൾ പറയട്ടെ സാർ. എനിക്കൊരു ഭാര്യയും മക്കളും. അന്നുണ്ടല്ലോ, ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ച ദിവസാ. ഞാനങ്ങ് ഞെട്ടിപ്പോയി. അന്ന് ഞാൻ അവിടെ ഇരുന്ന് ആകെ വേർത്ത് കുളിച്ച് കരഞ്ഞു. ഞാൻ അത്രയും ഞാൻ ടെൻഷൻ അടിച്ചു. അത്രയും ടെൻഷൻ അടിച്ചിട്ടാണ് ഞാൻ ഈ സിനിമയിലേക്ക് എൻട്രി ചെയ്ത്. അറിയാമോ എന്തായിരുന്നു ആ ഒരു സംഭവം? ആ സംഭവം ഞാൻ പറഞ്ഞില്ല. ഞാൻ പറയും, എന്റെ വായിന്ന് തന്നെ കേൾക്കണം സാർ. അത് അന്ന് ഞാൻ അവിടെ ചെല്ലുമ്പോണ്ടല്ലോ, ഒരു 2 പേജ് ഡയലോഗ്, അതും കടുകട്ടി പ്രാസമൊക്കെ ഒപ്പിച്ച്. സാറിന്റെ എഴുത്ത് അറിയാലോ, ആർക്കെങ്കിലും പെട്ടെന്ന് പറയാൻ പറ്റുമോ? ഞാൻ അവിടെ ഇരുന്ന് കഷ്ടപ്പെട്ടത് പഠിച്ച് പറഞ്ഞു. പിന്നെന്താ, ഇവിടുന്ന് തുടങ്ങിയത് കൊണ്ട് വേറെ ആരുടെ ഡയലോഗും എനിക്കിപ്പോ ഈസി ആയിട്ട് പറയാം, അല്ലേ സാർ? ഒന്ന് ഫോർവേഡ് ഇരിക്കോ, മുന്നോട്ടിരിക്കോ സാർ. ലൈറ്റ് ക്യാച്ച് ചെയ്തിട്ട് അങ്ങനെ. പിന്നെ വേറൊരു സംഭവം ഞാൻ പറയാൻ മറന്നുപോയി. സാറിന്റെ വേറൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. പറയട്ടെ സാർ? പറയും, ഞാൻ ഉറപ്പായിട്ടും പറയും. അല്ല, സാറിനെ ഇരുത്തിയിട്ട് എന്ത് പറയണെങ്കിലും സാറിനെ ഇരുത്തിയിട്ട് പറയാം. കാരണം അതാണ് നമുക്ക് പ്രേക്ഷകർക്കും അതായിരിക്കും സന്തോഷം. പേരെന്താ? മന്നതൻ. ഈ പറയും പോലെ ഒന്നും ഉണ്ടായിട്ടില്ല. അല്ല, ഞാൻ പറയും. ഇതിന്റെ കൗണ്ടർ ഞങ്ങൾ സാറിനോട് ചോദിക്കും. മാഡം ആ പ്രേക്ഷകർ എല്ലാവരും അറിയേണ്ട കാര്യം തന്നെയാ. അതായത് ഒന്നും ഉണ്ടായിട്ടില്ല. സാറുണ്ടല്ലോ, സാർ എനിക്കൊരു വലിയ വാക്ക് തന്നിരുന്നു. അവാർഡ് കിട്ടാൻ തക്ക ഒരു ക്യാരക്ടർ എനിക്ക് വേണ്ടി എഴുതുന്നു. ഇതുവരെ എഴുതിയോന്ന് ചോദിക്കും. എഴുതിയോ സാർ? സാർ എഴുതിയോ? സാറ് വിചാരിച്ച ഇനിയും ചെയ്യാവുന്ന കാര്യങ്ങളല്ലേ, അതൊക്കെ ഈസി ആയിട്ട് സാർ ഇപ്പൊ ശരിയാക്കും. സാർ അതേ നാട്ടുകാർ മൊത്തം കണ്ടു, ഇനി വേഗം എഴുതിക്കാവും. ഏതായാലും മണ്ടോദരി മാഡത്തിന്റെ ആഗ്രഹം എത്രയും പെട്ടെന്ന് സാറ് സാധിച്ചു കൊടുക്കട്ടെ എന്ന് പറയാം.